അയൽക്കൂട്ട സംഗമവും വിപണന മേളയും പഞ്ചായത്ത് പ്രസിഡന്റ് KA സാജിദ് ഉദ്ഘാടനം നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള അയൽക്കൂട്ടങ്ങളുടെ സംഗമവും വിപണന മേളയും ഫെബ്രുവരി 7 ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് KA സാജിദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ സംഘടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിച്ച് കേരളത്തിലെ സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികപരമായും ശാക്തീകരിക്കുക എന്നൊരു പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് മാതൃകാപരമായ ഒരു പ്രവർത്തനം നടന്നൊരു സ്ഥലമാണ് കണ്ടെത്തുന്നത്. 2000 ഞാൻ ആദ്യമായി പഞ്ചായത്ത് മെമ്പറാവുന്ന സന്ദർഭത്തിൽ അന്ന് ഇടവക പഞ്ചായത്ത് ഭരണ സമിതി സ്ത്രീകളുടെ സംഘങ്ങൾ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. പരസ്പര സഹകരണത്തിലൂടെ പലിശരഹിത വായ്പകൾ അംഗങ്ങൾക്ക് ലഭ്യമാക്കുക, സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുക, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 8 വർഷത്തോളമായി എടവനക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തണൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള അയൽക്കൂട്ടങ്ങളുടെ സംഗമവും വിപണന മേളയുമാണ് പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. തണൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് റഷീദ ഹാമിദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സനിയ റഹീം സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജേഷ് MR സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് വേണ്ടി പ്രത്യേകം കണ്ടുപിടിച്ചൊരു വിഷയമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയോട് ഇന്നലെ ഞാൻ തൃപ്പൂണിത്തുറ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ 100ഓളം വരുന്ന വനിതാ പോലീസ് ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, ഈ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ്, ആരെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആരും സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരല്ല സ്ത്രീകൾ. ഒരു കാരണം പറയുന്നത് ആരെങ്കിലും നമ്മൾ സംരക്ഷിക്കേണ്ടത്, ആരെങ്കിലും കേരളത്തിലാണ് നമ്മൾ കസ്റ്റഡിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ മേലൊരു കൺട്രോൾ ഉണ്ടാകും. അവർ നമ്മൾ നോക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ടൊക്കെ കൊണ്ടുപോകും. പക്ഷേ എപ്പോഴും അവരുടെ കാലിലോ അവരുടെ കൺട്രോളിലോ ആയിരിക്കണം. അങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോൾ തുല്യതയെന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാകും. എന്റെ ജനറേഷന്റെ മൈൻഡ് സെറ്റാണ് എനിക്ക് പറയുന്നത്. ഏതായാലും വലിയൊരു വിഷയമാണ്. നമ്മൾ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രസംഗിച്ചു കൊടുക്കുന്ന ആൾക്കാർ പറയും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് രക്ഷാധികാരി KM താരിഖ് ആശംസകൾ നേർന്നു. അതല്ലെങ്കിൽ വലിയ സെമിനാറുകൾ സംഘടിപ്പിക്കുക, എന്നാൽ അതിനൊരു ബദൽ വ്യവസ്ഥ കൊണ്ടുവരികയും അത് ഭംഗിയായി വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലെ 12 വർഷത്തോളമായി അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഈ അയൽക്കൂട്ട സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മീറ്റിങ്ങിനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ വിശദമായി പറയുകയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേവലം ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ സംരംഭകത്വം അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് കുറെ കൂടി ഒരു വിശാലമായ രൂപത്തിൽ ഈ പുതിയ കാലത്ത് ഈ അയൽക്കൂട്ട ബന്ധങ്ങൾ മാറേണ്ടതുണ്ട് എന്നാണ്. കാരണം സജിത നന്ദി പറഞ്ഞു.
തുടർന്ന് അയൽക്കൂട്ടങ്ങളുടെ കലാപരിപാടികളും നടന്നു. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച വിപണനമേള ശ്രദ്ധേയമായി. ഫെബ്രുവരി ശനിയാഴ്ച നാട് കൊടുത്തവർക്ക് 8 വർഷത്തോളമായി ഇടപെടലോടെ അയൽക്കൂട്ടങ്ങളിലായിരുന്നാലും 15 അംഗങ്ങളുമായി മനുഷ്യരംഗ സംവിധാനത്തിലൂടെ സ്ത്രീകൾക്കിടയിൽ വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു പോരുന്ന ഒരു കൂട്ടായ്മയാണ് സംഗമം അയൽക്കൂട്ടം.